എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിൽ ഇന്ന് നടന്ന ഉദ്ഗ്രഥനം 2ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രവർത്തനം 6 ആശംസ കാർഡ്. റയാൻ്റെ പിറന്നാളിന് കൂട്ടുകാർ ആശംസാ കാർഡുകൾ നൽകി. നിങ്ങളുടെ സുഹൃത്തിൻ്റെ പിറന്നാളിന് നൽകാനായി ഒരു ആശംസാ കാർഡ് തയ്യാറാക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഒരു കൂട്ടുകാരന് പിറന്നാളിന് നൽകാനായിട്ട് ഒരു ആശംസാ കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആശംസാ കാർഡിൽ എന്തൊക്കെ ചെയ്യണം? പിറന്നാളിന് അനുയോജ്യമായ ആശംസാവാക്യം എഴുതണം. പിന്നെ അനുയോജ്യമായ ചിത്രങ്ങൾ വരയ്ക്കണം. ടീച്ചർ ഇവിടെ ഒരു മാതൃക നൽകിയിട്ടുണ്ട്. എന്താണ് ആശംസാവാക്യം എഴുതിയിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് 1000 പിറന്നാൾ ആശംസകൾ. പിന്നെ ബലൂൺ വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു കേക്കിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട് അല്ലേ. കൂട്ടുകാരന് 7 വയസ്സാണ്. അതാണ് 7ൻ്റെ ഒരു മെഴുകുതിരി ടീച്ചർ വരച്ച് കത്തിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ താഴെ എന്താ എഴുതിയിരിക്കുന്നത്? സ്നേഹത്തോടെ. പിന്നെ താഴെ നിങ്ങളുടെ പേരങ്ങ് എഴുതുക. നിങ്ങളുടെ കൂട്ടുകാരന് എന്ത് ആശംസാവാക്യമാണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അത് അവിടെ എഴുതുക. പ്രവർത്തനം 7 കെട്ടിട നിർമ്മാണം. നിർമ്മാണം നടക്കുന്ന സ്കൂൾ കെട്ടിടത്തിൻ്റെ അടുത്തേക്ക് റയാനും കൂട്ടുകാരും എത്തി. കെട്ടിട നിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങൾ തിരിച്ചറിഞ്ഞ് ചിത്രങ്ങൾക്ക് താഴെ എഴുതുക. ഇവിടെ 5 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. തന്നിട്ടുള്ള ചിത്രങ്ങൾക്ക് അനുയോജ്യമായ വീട് നിർമ്മാണ ഘട്ടങ്ങൾ എഴുതുക. ഒന്നാമത്തെ ചിത്രത്തിൽ സിമൻറ്റ് പൂശുകയാണ് അല്ലേ. അപ്പോൾ എന്താണ്? ചുമര് പൂശണം. ഒന്നാമത്തെ ചിത്രത്തിൽ എന്ത് എഴുതാം? ചുമര് പൂശണം. രണ്ടാമത്തെ ചിത്രം എന്താ? ചുമര് കെട്ടണം. മൂന്നാമത്തെ ചിത്രം നോക്കൂ, തറ നിറയ്ക്കണം. നാലാമത്തെ ചിത്രം നോക്കൂ, പെയിൻ്റ് അടിക്കണം. 5ാമത്തെ ചിത്രത്തിന് അനുയോജ്യമായത് എന്താണ്? കട്ടിള വെക്കണം. പ്രവർത്തനം 8 ഉദ്ഘാടനം. റയാൻ്റെ സ്കൂളിലെ പുതിയ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായി. ഉദ്ഘാടനത്തിന് എല്ലാവരെയും ക്ഷണിക്കുവാനുള്ള ഒരു കത്ത് തയ്യാറാക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? റയാൻ്റെ സ്കൂളിലെ ഒരു പുതിയ കെട്ടിടം പണിതു അല്ലേ. അതിൻ്റെ ഉദ്ഘാടനത്തിന് എല്ലാവരെയും ക്ഷണിക്കാനുള്ള ഒരു കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്കൂളിൻ്റെ പേരെന്താ? ഗവൺമെൻറ് LPS മണിമല. സ്ഥലത്തിൻ്റെ പേര് അവിടെ ഒരു ചതുരം ബോക്സിൽ തന്നിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ പേര് ഗവൺമെൻറ് LPS മണിമല. തീയതി 2025 ഡിസംബർ 22. സമയം രാവിലെ 10 മണി. ഈ 3 അല്ലേ, സ്ഥലം തന്നിട്ടുണ്ട്, തീയതി തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്. ഇത് വെച്ച് നാം ക്ഷണക്കത്ത് തയ്യാറാക്കണം. ക്ഷണക്കത്തെന്ന് എഴുതേണ്ട ആവശ്യമില്ല, അവിടെ തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? താഴെ എഴുതേണ്ടതും തന്നിട്ടുണ്ട്. എന്ന് പ്രഥമ അധ്യാപിക ഗവൺമെൻറ് LPS മണിമല. ക്ഷണക്കത്തിന് ആദ്യം സ്ഥലപ്പേര് വയ്ക്കണം. പിന്നെ എന്താണ്? തീയതി വയ്ക്കണം. അപ്പോൾ നമുക്ക് സ്ഥലപ്പേര് എന്ത് വയ്ക്കാം? ഗവൺമെൻറ് LPS മണിമല എന്ന് എഴുതാം. പിന്നെ തീയതി ഇന്നത്തെ തീയതി എഴുതാം, 19/12/2025. പിന്നെ എന്താ എഴുതേണ്ടത്? പ്രിയപ്പെട്ടവരെ എന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് അതിന് ഉള്ളിൽ വരുന്ന വാക്യഘടന എന്താണ് നോക്കാം. നമ്മുടെ ഗവൺമെൻറ് LPS മണിമല സ്കൂളിലെ പുതിയ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായി. ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം 2025 ഡിസംബർ 22 രാവിലെ 10 മണിക്കാണ്. കെട്ടിട ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് പ്രഥമ അധ്യാപിക ഗവൺമെൻറ് LPS മണിമല. അടുത്ത പ്രവർത്തനം 9 തരംതിരിക്കാം. ഉദ്ഘാടന ദിനത്തിൽ എല്ലാവർക്കും സദ്യയുണ്ട്. സദ്യയ്ക്കുള്ള സാധനങ്ങൾ പാചകപ്പുരയിൽ കൊണ്ടുവന്നു. അവയെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. ഇവിടെ കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇവയെ തരംതിരിച്ച് പട്ടികപ്പെടുത്തി എഴുതണം. ആദ്യം വരുന്നത് ധാന്യങ്ങൾ. അരി തന്നിട്ടുണ്ട്. പിന്നീട് 2 എഴുതി ചേർക്കണം. ഗോതമ്പ്, ചോളം. രണ്ടാമത്തെ കോളത്തിൽ എന്താ വരുന്നത്? ഇലക്കറികൾ. ഇലക്കറികളിൽ ഒരെണ്ണം തന്നിട്ടുണ്ട്. എന്താ? മത്തനില തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എഴുതി ചേർക്കാം ചീരയില, മുരിങ്ങയില. അടുത്ത പയർ വർഗ്ഗങ്ങളിൽ വൻപയർ തന്നിട്ടുണ്ട്. പിന്നെ 2 എഴുതണ്ടേ? ചെറുപയർ എഴുതാം, കടല എഴുതാം. പച്ചക്കറികളിൽ ഒരെണ്ണം തന്നിട്ടുണ്ട്. പിന്നെ 2 നമുക്ക് എഴുതി ചേർക്കാം. വെള്ളരിക്ക, പാവയ്ക്ക. ഇനിയും ഉണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് എഴുതി ചേർക്കുക. പ്രവർത്തനം 10 ഇഷ്ട വിഭവം. റയാന് പായസം നന്നായി ഇഷ്ടപ്പെട്ടു. അത് ഉണ്ടാക്കുന്ന വിധം അന്വേഷിച്ച് കുറിപ്പെഴുതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവത്തിൻ്റെ പാചക കുറിപ്പ് എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവം ഏതാണോ അതിൻ്റെ പാചകക്കുറിപ്പ് എഴുതിയാൽ മതി. അപ്പോൾ വിഭവത്തിൻ്റെ പേര് എഴുതണം ആദ്യം. അതിനുശേഷം എന്ത് ചെയ്യണം? ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ എഴുതണം.
പിന്നെ എഴുതേണ്ടത് വിഭവം തയ്യാറാക്കുന്ന രീതി എഴുതുക. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കും. ഇതോടുകൂടി ഇന്നത്തെ എക്സാമിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.